ഹലോ ഫ്രണ്ട്സ്, അമേസിംഗ് സീക്രട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് അഗസ്തിപ്പൂ കൊണ്ടുള്ളൊരു വിഴുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ് വായ്പൊക്കൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വായ്പൊക്കൽ മാറ്റാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് റെമഡിയാണ് ഈ അഗസ്തിപ്പൂ കൊണ്ടുള്ള തോരനോ വിഴുക്കോ ഒക്കെ ഉണ്ടാക്കി ഡെയിലി കഴിച്ചാൽ അത് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് എങ്ങനെയാണ് അഗസ്തി കൊണ്ട് എങ്ങനെ വിഴുക്കുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനാവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഗസ്തിപ്പൂ വേണം. ഇത് റെഡും കിട്ടും വൈറ്റും കിട്ടും, രണ്ടും നല്ലതാണ്. അപ്പം എൻ്റെ ഇരിക്കുന്ന വൈറ്റാണ്. പിന്നെ ആവശ്യമായിട്ടുള്ളത് സവാള കൊത്തി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, കുറച്ച് ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ്. പിന്നെ ഇതെങ്ങനെ വൃത്തിയാക്കാൻ എടുക്കാമെന്ന് ചിലപ്പം പലർക്കും അറിയത്തില്ലായിരിക്കും. അപ്പം അത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഇതിന് നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻട്രലായിട്ടുള്ള ആ ഒരു തണ്ടുണ്ട്, അതിനെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് ഇത് കളയണം, വേസ്റ്റാണ്. ബാക്കി നമ്മൾ ഇത്രയാണ് എടുക്കാനുള്ളത്. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ ഒരു ഇങ്ങനെ വരുന്ന ആ ഒരു തണ്ട് ഇങ്ങനെ എടുത്ത് കളയാം. ബാക്കി നമ്മളിതെടുക്കാം. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും അങ്ങനെയെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ഇപ്പം ഞാനിപ്പം ആ അഗസ്തിപ്പൂ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിലിപ്പോൾ നിങ്ങൾ സൺഫ്ലവറോ വെളിച്ചെണ്ണ ഏത് വേണോ ഉപയോഗിക്കാം. അത് ഞാനിതിലോട്ട് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മൺചട്ടി ആയതുകൊണ്ടാണ് ഇത്ര താമസം കടുകിന് പൊട്ടാൻ. കടുക് പൊട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ സവാള അരിഞ്ഞ് വെച്ചേക്കണം, ചെറുതായി അരിഞ്ഞ ഈ സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 സവാളയാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ സൈസിലുള്ള 1.5 സവാളയാണ് എടുത്തേക്കുന്നത്. ഇതിന് നമുക്ക് അതിനകത്ത് വെച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലേക്ക് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു പച്ചമുളക്, കുറച്ച് ജീരകം. കാരണം ഇത് വിഴുക്കാണ്, അപ്പോൾ നമ്മൾ തേങ്ങയിലോട്ട് അരയ്ക്കേണ്ട, നമ്മൾ അല്ലാതെ ഇട്ടാൽ മതി. ഇത്രയും കൂടെ ആയിട്ട് നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഉള്ളി ഈ അഗസ്തി എന്ന് പറയുന്നത് പെട്ടെന്ന് വയറ്റി കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ അത് കുറച്ച് സമയം അതിന് വേണ്ടിയുള്ളൂ. പക്ഷെ സവാള നന്നായിട്ട് ഒന്ന് വഴറ്റി വരണം. ഇതിലേക്ക് നമ്മൾ ഒരു കുറച്ച് ഉപ്പ് നന്നായിട്ടൊന്ന് കൊടുക്കാം.
നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഉള്ളി നന്നായി വഴറ്റിയിട്ടുണ്ടാകും. നമുക്ക് നോക്കാം. അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന അഗസ്തി പൂ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. അത് പെട്ടെന്ന് തന്നെ വാടി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടാക്കണം. അതിപ്പോൾ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കാം. അതൊരു കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. ഒരു 2-3 മിനിറ്റ്സ് വേവിച്ചാൽ മതി. നമുക്ക് നോക്കാൻ പറഞ്ഞത് ഇതിപ്പോൾ ഏത് പരുവത്തിലായിട്ടുണ്ടെന്ന്. ഇപ്പം നന്നായി റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്ത് അവിടെ നമ്മൾ എത്ര തോനെ പൂ എടുത്താലും അത് അവസാനം വാടി വരുമ്പോൾ ഒരു കുറച്ച് കാണത്തുള്ളൂ. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല അടിപൊളിയായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണിത്. ഇപ്പം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ പാടായിരിക്കും, എന്നാലും ഇതെങ്ങനെയും കഴിപ്പിച്ചാൽ ആ വായ്പൊക്കലെല്ലാം മാറും നിങ്ങൾക്ക്. അടുത്ത ടിപ്പുമായിട്ട് വരുന്നവരെ ബൈ ബൈ.